നമസ്കാരം. നമുക്ക് വിഷുക്കണി മാത്രമേ ഉള്ളൂ, അത് വർഷത്തിലൊരിക്കലേ ഉള്ളൂ. പക്ഷേ ഇവന്മാരിപ്പോൾ ദിവസവും നമുക്ക് കണി വെച്ച് തരുന്നുണ്ട്. ഇന്നത്തെ കണി കണ്ടോളൂ കേട്ടോ. അവിടെ നായിൻ്റെ മോനെ നരേന്ദ്രമോദിയെ മൈര എൻ്റെ തല ഇറക്കൂടാ. കള്ള പൊലയാടി മോനെ, എൻ്റെ തല വെട്ടടാ. വെള്ളിയാഴ്ച ദിവസം എൻ്റെ തല വെട്ടിരിക്കുക നായിൻ്റെ മോനെ മൈര. ഇതാണ് ഇന്നത്തെ നമുക്ക് കിട്ടിയിട്ടുള്ള കണി. നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അവർക്കെതിരെയുള്ള ത്രട്ടൻ, വധഭീഷണി, കൂട്ടത്തിൽ പച്ചത്തെറിയും പറയുന്നുണ്ട്. ഇത്രയ്ക്കാണെങ്കിലും ഇവനെ കുറ്റക്കാരനെന്ന് വിധിക്കാൻ കഴിയില്ല. ഇവനല്ല കുറ്റക്കാരൻ, വാസ്തവത്തിൽ ഇവനല്ല കുറ്റക്കാരൻ. ഇവനെ നമുക്ക് വെളിവില്ലാത്തവനെന്ന് പറയാം, അവിവേകി എന്ന് പറയാം. പിന്നെ ആരാണ് കുറ്റക്കാരൻ? ഇവനെ കൊണ്ടിത് പറയിപ്പിക്കുന്നവർ വേറെയുണ്ട്. ഇവനൊരു പാവം മാത്രമാണ്. ചാവിയിട്ട് തിരിച്ചാൽ തലയിട്ടാട്ടി കൈയിട്ട് കുട്ടി ചിരിക്കുന്നൊരു പാവം മാത്രം. ഇതിൻ്റെ പുറയിൽ ആൾക്കാരുണ്ട്. ആരാണവർ? മതമാണെന്ന് പറഞ്ഞവർ, അതിൻ്റെ ആൾക്കാർ, ലീഗിൻ്റെ ആൾക്കാർ, നിലവിളക്ക് കൊളുത്താത്തവർ, ഭാരതീയ സംസ്കൃതിയെ വെറുക്കുന്നവർ, ഹിന്ദുക്കളുടെ ഓണവും വിഷുവും ആഘോഷിക്കാൻ പാടില്ല എന്ന് പറഞ്ഞവർ, ഇവരൊക്കെയാണ് വാസ്തവത്തിൽ ഇതെല്ലാം പറയിപ്പിക്കുന്നവർ. വിദേശത്തേക്ക് ആളുകളെ കയറ്റി അയച്ച്, ഉസ്ബെക്കിസ്ഥാനിലേക്ക് ആളുകളെ കയറ്റി അയച്ച് ഒരു കുട്ടിയെ, അതിന് നേതൃത്വം വഹിക്കുന്ന ആൾക്കാർ ഇവിടെ പണക്കാടന്മാരാ. അതാർക്കും അറിയില്ലെന്നാണ് വിചാരിച്ചത്. ഇസ്ലാമിക രീതിയിൽ പഠിപ്പിക്കുമെന്ന് പറഞ്ഞ് മലബാർ ഏരിയയിൽ നാളെ കൂട്ടുന്നു. മെഡിക്കൽ കോളേജ്, നല്ല മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞ് ദക്ഷിണ കേരളത്തിൽ വേറെ രൂപത്തിൽ ആളുകളെ കൂട്ടുന്നു. ഇങ്ങനെ എല്ലാ വിധത്തിലുള്ള കൊള്ളരുതായ്മയുടെയും കൂത്തരങ്ങ്. അങ്ങനെയുള്ളൊരു മനസ്സ്, ഒരു തീവ്രവാദ മനസ്സ്, ഒരു ഇസ്ലാമിസ്റ്റിൻ്റെ മനസ്സ്, ഒരു ജിഹാദിയുടെ മനസ്സ് ഉള്ള കുറേ ആളുകൾ പുറകിലുണ്ട്. അവരാണ് ഇങ്ങനെ പോലുള്ള പിള്ളേരെ വിളിച്ച് ഈ കുട്ടിക്കുരങ്ങിനെ കൊണ്ട് ചുടുചോറ് മാന്തിക്കുന്ന ഏർപ്പാട് കാണിക്കുന്നത്. അപ്പോൾ സത്യത്തിൽ ഇവനാരാണ്? ഇവനൊരു ചാവി കൊടുത്താൽ കളിക്കുന്നൊരു പാവ മാത്രം. അതാണ് സത്യം. ഇവനെ നമുക്ക് വെളിവില്ലാത്തവെന്ന് പറയാം. അവനെ പിടിച്ചടിച്ച് അവിടുത്തെ രണ്ട് വെച്ച് കൊടുത്താൽ അവൻ അടങ്ങിക്കോളും. പക്ഷേ അതുകൊണ്ട് അവസാനിക്കാൻ പോകുന്നില്ല. തൊട്ടാവാടിയുടെ തുമ്പ് ചെത്തിക്കളഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ഈ കത്രിക കൊണ്ട്, വലിയ കത്രിക കൊണ്ട് പാടത്തുള്ള അല്ലെങ്കിൽ വളപ്പിലുള്ള ഇത് കണ്ടമാനം തൊട്ടാവാടി വളർന്നു നിൽക്കുകയാണ് അത്രേ. അപ്പോൾ ഇതിൻ്റെ മേൽഭാഗം മാത്രം മുറിച്ച് കളയാൻ ഞങ്ങളവിടെ ഉണ്ടായതാണ്. ഇവിടെ ബിനാമിയായിട്ട് ഒരു ഇംഗ്ലീഷുകാരൻ, ജർമ്മൻകാരൻ സ്ഥലം വാങ്ങിച്ചു. ആ പറമ്പിനകത്ത് മുഴുവൻ തൊട്ടാവാടിയാണ് നിൽക്കുന്നത്. അത് തൊട്ടാവാടി എന്ന് പറഞ്ഞാൽ നിലം പരങ്ങി നിൽക്കുകയല്ല, 1-2 അടി ഉയരത്തിലാണ് നിൽക്കുന്നത്. അവിടേക്ക് പ്രവേശിക്കാൻ പോലും പറ്റില്ല. അയാളെന്ത് ചെയ്തു? അയാൾ വന്നിട്ട് ചെടികളൊന്നും മുറിച്ച് കളയാൻ പാടില്ല. അത് മണ്ണിനെ സൂര്യനിൽ നിന്നുള്ള സംരക്ഷണമാണ്. അപ്പോൾ അതിൻ്റെ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. വലിച്ചു കളയേണ്ട, കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി എന്ന്. അങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞു. അതിനുള്ള കൂലി 5-6 ദിവസത്തെ കൂലിയും കൊടുത്തു. അയാൾ പോയി. 1 മാസം കഴിഞ്ഞ് വന്നപ്പോൾ വീണ്ടും അതേപോലെ തന്നെ. ആയതുകൊണ്ട് അത്തരം കളകളൊക്കെ അനിഹിലേറ്റ് ചെയ്യണം, പരിപൂർണമായിട്ട് സമൂലം മറുത്ത് കളയണം. അതല്ലെങ്കിൽ അതവിടെ നിൽക്കും, സ്ലീപ്പർ സെല്ലായിട്ട് അവിടെ നിൽക്കുമെന്നർത്ഥം. ഏതായാലും ഇവനെ കൊണ്ട് പറയിപ്പിക്കുന്നവരെയാണ് ടാർഗറ്റ് ചെയ്യേണ്ടത്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു കാര്യം, ഇങ്ങനെയുള്ള ആളുകൾ, ഇങ്ങനെയുള്ള മനോഗതിയുള്ള ആളുകൾ, മനസ്സിൽ ഇങ്ങനെയുള്ള നിഷ്ഠൂരമായിട്ടുള്ള ചിന്തകൾ കാത്തു സൂക്ഷിക്കുന്ന അനവധി ആളുകൾ അവർ നമ്മളുടെ സമൂഹത്തിലുണ്ട്. എന്നാൽ അവർ ഇവനെപ്പോലെ അല്പബുദ്ധികളല്ല. ആയതുകൊണ്ട് സമയം വരുന്നവരെ അവരൊന്നും വിളിച്ചു പറയുന്നില്ല. സമയം വരുന്നത് വരെ കാത്തിരിക്കുകയാണ് അവർ, നാടിനെതിരെ പൊട്ടിത്തെറിക്കാൻ. ഇതൊരൊറ്റപ്പെട്ട സംഭവമായിട്ട് കണക്കിലെടുക്കാൻ കഴിയില്ല. വളരെ കാലങ്ങൾക്ക് മുൻപ് തന്നെ
ഞാനിപ്പോൾ ഓർക്കുന്നൊരു കാര്യമുണ്ട്. നമ്മളുടെ ഈ തൃശ്ശൂരിൽ ബിസ്മി എന്ന് പറയുന്ന ഒരു പുസ്തക ഷോപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 10ാം ക്ലാസ്സിലോ മറ്റോ പഠിക്കുന്ന സമയത്ത്, അതിന് മുമ്പ് 8ാം ക്ലാസ്സിലോ 10ാം ക്ലാസ്സിലോ പഠിക്കുന്ന സമയത്ത് പുതിയ ടെക്സ്റ്റ് അവിടെ വന്നിട്ടുണ്ട്, ബാക്കി എല്ലായിടത്തും വന്ന് കഴിഞ്ഞു. അപ്പോൾ അവിടെ ഉണ്ടെന്ന് അന്വേഷിക്കുക. അവിടെ പോയപ്പോൾ അവിടെ വട്ടം കൂടിയിരുന്ന് എന്തോ മിച്ചറയ്ക്ക് തിന്ന് അവരെ അർമാദിക്കുകയാണ് അവിടെ ഇരുന്നിട്ട്. കാരണം എന്താണ്? പാകിസ്ഥാൻ ഇന്ത്യയോട് ക്രിക്കറ്റ് ജയിച്ചതിൻ്റെ ആഘോഷം നടക്കുകയാണ്. ഞാനെന്നൊരു പയ്യൻ മാത്രമാണ്. അവരുടെ ആഹ്ലാദം അത് നിർത്താതെ തുടർന്നു. കൂട്ടത്തിൽ എൻ്റെ നോട്ട് ബുക്ക് തന്നു, പൈസയും വാങ്ങിച്ച് ഞാൻ പോന്നു. ഇത് ഞാൻ പറയുന്ന അരനൂറ്റാണ്ട് പോരാ, 55 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് ഞാനീ പറയുന്നത്. ഇന്ത്യക്കെതിരെയുള്ള ഈ ഇസ്ലാമിസ്റ്റുകളുടെ വെല്ലുവിളി അന്നേ തുടങ്ങിയതാണെന്ന് സാരം. പാകിസ്ഥാനോടുള്ള അവരുടെ അനുകമ്പ അത് അവരുടെ മനോമണ്ഡലത്തിൽ നിന്ന്, ബുദ്ധിമണ്ഡലത്തിൽ നിന്ന് ഒരിക്കലും മാഞ്ഞു പോകാനും പോകുന്നില്ല. ഇന്നിപ്പോൾ കാര്യങ്ങൾ എവിടെ എത്തി നിൽക്കുന്നു? ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ തല, പിന്നെ ഒരുപാട് തെറികൾ പറയുന്നുണ്ട്, തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുന്നുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ തല ഒരു വെള്ളിയാഴ്ച ദിവസം ആരാണ് അറക്കുക? നമ്മൾ എന്ന് പറയുന്ന സ്വരൂപത്തിലേക്ക് ആളുകൾ എത്തിത്തുടങ്ങി. ഈ തീവ്രവാദികൾ എത്തിത്തുടങ്ങി. അങ്ങനെയാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ഭാരതത്തെ വിഭജിച്ചുണ്ടായ പാകിസ്ഥാനിൽ ഈ രീതിയിൽ ഇന്ത്യയോട് അനുകമ്പ വെച്ച് പുലർത്തുന്ന ഹിന്ദുക്കളുടെ, അഥവാ ഹിന്ദുക്കളെ എന്ന് മാത്രം പറയാം, ഭാരതത്തോട് അനുകമ്പ വെച്ച് പുലർത്തുന്ന ആളുകളെ. വിഭജനത്തിന് ശേഷം കുറേ ആൾക്കാർ അങ്ങോട്ട് പോയിട്ടുണ്ട്. ഹിന്ദുക്കൾ അവിടെയുള്ള ആൾക്കാർ അവിടെ ഉണ്ട്. വിഭജനത്തിന് മുമ്പ് അവിടെയുള്ള ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. ആ ആളുകൾ മൊത്തത്തിൽ അവർക്ക് സ്വാഭാവികമായിട്ട് ഭാരതത്തോട് അനുകമ്പയുണ്ടാകും. ആ അനുകമ്പ പുറത്ത് കാണിക്കുന്നവരെ മാത്രമല്ല, സകല ഹിന്ദുക്കളെയും ഓരോരുത്തരെയായിട്ട് അവർ പല രൂപത്തിൽ നിന്ന് അവിടുന്ന് നിഷ്കാസനം ചെയ്തു, തുടച്ചു മാറ്റി. ഇന്നിപ്പോൾ പാകിസ്ഥാനിലെ മൊത്തം ഹിന്ദു ജനസംഖ്യ വാസ്തവത്തിൽ 1.5% മാത്രമാണ്. അതേ സമയത്ത് ഇന്ത്യയിലെ മുസ്ലിം പോപ്പുലേഷൻ 16%ആണെന്ന് മനസ്സിലാക്കണം. വിഭജനത്തിന് ശേഷം പാകിസ്ഥാനിലെ ഹിന്ദുമതം, അവരുടെ ക്ഷേത്രങ്ങൾ അതെല്ലാം തുടച്ചു മാറ്റപ്പെട്ടു എന്ന് പറയാം. എന്നാൽ ഇന്ത്യയിലെ എല്ലാ സുഖ സൗകര്യങ്ങളും നേടിയെടുത്ത് ന്യൂനപക്ഷം എന്ന പദവിയിലൂടെ ഏതൊരു കാര്യത്തിലും, പ്രത്യേകിച്ച് നേട്ടങ്ങളുടെ കാര്യത്തിലും മുൻഗണന നേടിയെടുത്ത് അവർ ഇന്ത്യയിൽ സുഭദ്രമായിട്ട് വാഴുകയാണ്. അവരുടെ ജനസംഖ്യ ക്രമാനുഗതമായിട്ട് ഉയരുകയാണ്. പാകിസ്ഥാൻ ഉണ്ടായത് മുതൽ അവർ ഭാരതത്തിന് ശത്രുക്കളാണ്. ഭാരതത്തെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ബംഗ്ലാദേശിനെ സ്വതന്ത്രമാക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ അവാമി ലീഗ് പാർട്ടിയുടെ നേതാവ് മുജിബുർ റഹ്മാനെ മനസാ വജസ കർമ്മണ സഹായിച്ചവരാണ് ഭാരതീയർ. അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയായിരുന്നു. ആ ബംഗ്ലാദേശും ഇന്ന് ഇന്ത്യക്കെതിരാണ്. അതിനുള്ള കാരണം ഒരിക്കലും രാഷ്ട്രീയമല്ല, മതമാണ്. ജന്മം കൊണ്ട് തന്നെ ഹിന്ദു വിരോധികളായിട്ട് മാറിയവരാണിവർ. ഇവർ ജന്മം കൊണ്ട് തന്നെ ഹിന്ദുസ്ഥാൻ വിരോധികളായിട്ട് മാറിയവരാണ്. ഇവർ ജന്മം കൊണ്ട് തന്നെ മതങ്ങളെ ദ്വേഷിക്കുന്നവരാണ്. അതിനുള്ളൊരു മാനസികാവസ്ഥ ജന്മനാ നേടിയവരാണ് ഇവരോരോരുത്തരും. ആയതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ളവരെ, ഈ സമുദായത്തിലുള്ളവരെ, ഈ തീവ്രവാദ മനസ്സുള്ളവരെ ഒന്നുകൊണ്ടും, സാമദാന ഭേദം കൊണ്ട് ഒന്നുകൊണ്ടും ഇവരെ മാറ്റിയെടുക്കാൻ കഴിയില്ല. ഇങ്ങനെയുള്ള മതതീവ്രവാദം അഥവാ തീവ്രവാദം ഇവരുടെ രക്തത്തിൽ അലിഞ്ഞേർന്നിരിക്കുകയാണ്. മറ്റൊരു മതത്തിനോടും സമരസപ്പെട്ടു പോകാൻ ഇവർക്ക് കഴിയുന്നില്ല. അതിൻ്റെ എല്ലാം പരിണിത ഫലമാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിൽ കണ്ടുവരുന്നത്. അന്യമതങ്ങളെയൊക്കെ ഇവർ വെറുക്കുന്നു. അതുമാത്രമല്ല, ഇവർക്കിടയിലുള്ള വിവിധങ്ങളായിട്ടുള്ള ഗ്രൂപ്പുകളും തമ്മിൽ വെറുക്കുന്നു. പ്രവാചകൻ മരിച്ചു കിടക്കുന്ന സമയത്ത് മറമാടുന്നതിന് മുൻപ് തന്നെ ഈ ഒരു പ്രവണത അവിടെ വെച്ച് നമ്മൾ കണ്ടതാണ്. 3 ദിവസം
അന്നത്തെ മുസ്ലിങ്ങൾ തമ്മിലടിയായിരുന്നു പ്രവാചകൻ്റെ മൃതശരീരത്തെ സാക്ഷി നിർത്തിക്കൊണ്ട്. അധികാര തർക്കമായിരുന്നു. അവസാനം ഇസ്ലാം രണ്ടായിട്ട് പിളർന്നു. ഷിയ പിന്നെ സുന്നി, അങ്ങനെ രണ്ടായിട്ട് പിളർന്ന ചരിത്രം നമുക്കറിയാം. സമചിത്തത, സഹിഷ്ണുത, ഇതൊന്നും ഇവർക്ക് പറഞ്ഞിട്ടുള്ള കാര്യമല്ല. UAE അബുദാബിയിൽ രസകരമായിട്ടൊരു കാര്യമുണ്ട്. സഹിഷ്ണുത പുതുതായിട്ട് മാനുഫാക്ചർ ചെയ്തുണ്ടാക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു വകുപ്പ് തന്നെയുണ്ട്. ടോളറൻസ് വകുപ്പ് എന്നാണ് അതിൻ്റെ പേര്. ലോകത്തിലെവിടെയും അങ്ങനൊരു സർക്കാർ വകുപ്പില്ല. കാരണം എന്താണ്? അതിൻ്റെ ആവശ്യമില്ല. അവിടെ നിയമമുണ്ട്. അനാവശ്യ ടോളറൻസ് ഇല്ലായ്മ കാണിച്ച പിടിച്ചകത്തേക്ക് കൊണ്ടുപോകും. ഏതായാലും വിമന്മാർ, ഈ തീവ്രവാദ മനസ്സുള്ള മുസ്ലിങ്ങൾ, ഇസ്ലാമിസ്റ്റുകൾ ഭാരതത്തിൻ്റെ കൃഷിഭൂമിയിലെ കളകളാണ്. ഇതിനെ പരിപൂർണമായിട്ട് നശിപ്പിക്കാതിരിക്കുന്ന കാലത്തോളം അത് മണ്ണിൽ ഉറങ്ങിക്കിടക്കും. അവസരം വരുമ്പോൾ, സാഹചര്യം അനുകൂലമാകുമ്പോൾ ഇവർ സടകുടഞ്ഞ് എഴുന്നേൽക്കുകയും ചെയ്യും. ഇന്നിപ്പോൾ ഈ കൊച്ചു കേരളത്തിൽ ഭരണം കിട്ടിയതിൻ്റെ പേരിൽ അവർ അന്തം വിട്ട് മര്യാദകൾ വിട്ട് അർമാദിക്കുകയാണ് ചെയ്യുന്നത്. ഇവരിപ്പോൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് ഇന്ന് കേരളം, നാളെ ഇന്ത്യ, രാജനീതിപരവുമായി എന്ന രൂപത്തിലാണ്. അനധിവിദൂരമായിട്ടുള്ള ഭാവിയിൽ പഴയ മുഗളന്മാർക്ക് ശേഷം വീണ്ടും ഒരു ഇസ്ലാം ഭരണം അവർ സ്വപ്നം കാണുകയാണ്. അതിനുള്ള മാനസികവും ശാരീരികവും സാമൂഹ്യപരവും രാജനീതിപരവും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള ശക്തി സമ്പാദിച്ചെടുക്കുന്ന ഒരു ത്വരയിലാണ് അവരിപ്പോൾ. ബുദ്ധിയുള്ളവർ അവരുടെ ഈ വിധമായിട്ടുള്ള ചിന്തകൾ, രാജ്യദ്രോഹപരമായിട്ടുള്ള ചിന്തകൾ അവർ അകത്തടക്കി വച്ചിരിക്കുകയാണ്. ഇവനെപ്പോലുള്ള മണ്ടന്മാർ അത് വിളിച്ചു പറയുന്നു എന്ന് മാത്രം. ബാക്കിയുള്ളവരും വിളിച്ചു പറയും, പ്രവർത്തിക്കും. അതിനനുരൂപമായിട്ടൊരു സമയം വരുമ്പോൾ, സമയവും സാഹചര്യവും അവർക്ക് അനുകൂലമാകുമ്പോൾ. എന്നാലും ഭൂരിപക്ഷ സമുദായമായിട്ടുള്ള ഹിന്ദുക്കൾക്ക് അവർക്ക് വലിയ രൂപത്തിൽ ഭയപ്പെടേണ്ടതില്ല. കാരണം ഇപ്പോൾ ഇവിടെ ഭരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഇവിടെ ഭരിക്കുന്നത് നമ്മുടെ കരിമ്പിൻ കാലയുടെ വാക്ക് കടമെടുത്തുകൊണ്ട് പറയുകയാണ്, ഇപ്പോൾ ഇവിടെ ഭരിക്കുന്നത് ആണൊരുത്തൻ തന്നെയാണ്. ആയതുകൊണ്ട് തന്നെ ഏതൊരു ഇളകിയാട്ടങ്ങളെയും കണ്ടറിയാനും വേണ്ടുന്ന പോലെ കൈകാര്യം ചെയ്യാനും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികൾക്ക് നല്ല പോലെ കഴിയും. ഇവിടെ RSSന് സമാന്തരമായിട്ടുള്ളൊരു സംഘടന കെട്ടിപ്പൊക്കിയ, ഒരു പച്ചപ്പട കെട്ടിപ്പൊക്കിയ ആ സംഭവം ഉണ്ടായിട്ടുണ്ട്. മഞ്ചേരിയിലൊക്കെ അതിൻ്റെ വലിയ രീതിയിൽ റൂട്ട് മാർച്ചൊക്കെ നടന്നതാണ്. അത് സാവധാനം കേരളത്തിന് ഒരു ഭീഷണിയായിട്ട് മാറുകയും ചെയ്തു. ഏതായാലും മുളയിലേ നുള്ളി. കേന്ദ്ര സർക്കാർ ഇടപെട്ടു. അതിൽപ്പെട്ട സകലമാന പേരെയും തൂത്തുവാരി പിടിച്ച് 3-4 വർഷങ്ങൾക്ക് മുമ്പ് തിഹാർ ജയിലിൽ അട്ടിപ്പേറാക്കി മാറ്റിയിട്ട കാര്യം ഈ പ്രവർത്തനത്തിന് ഉദാഹരണമാണ്. ഇന്നിപ്പോൾ പ്രധാനമന്ത്രിക്കെതിരെ ഭീഷണി മുഴക്കിയവൻ ഒരു വൻ സംഘത്തിൻ്റെ, ഇസ്ലാമിസ്റ്റ് സംഘത്തിൻ്റെ ഒരു വാല് മാത്രമാണ്. തലയാണ് കൊയ്തെടുക്കേണ്ടത്. അത് ചെയ്യാൻ പ്രാപ്തിയുള്ള ഒരു ഭരണകൂടമാണ് നമ്മുടെ മുമ്പിലുള്ളത്, നമ്മുടെ ഭാരതത്തിലുള്ളത്, നമ്മുടെ ഹിന്ദുസ്ഥാനത്തിലുള്ളത്. ജയ് ശ്രീരാം.